നമുക്കിന്ന് ബീഫ് മസാല എങ്ങനെ വെക്കുന്നതെന്ന് നോക്കാവേ. അതിന് നമ്മൾ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് കഴുകി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന് വേണ്ട ചേരുവകൾ: വെളുത്തുള്ളി, ഇഞ്ചി, ഗ്രാമ്പു, പെരിഞ്ചീരകം, അതുപോലെ തന്നെ 2 ഏലക്ക, 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പും ആവശ്യത്തിന് ഉപ്പും വേണം. എന്നിട്ട് നമ്മളൊരു നാരങ്ങ മുറിച്ചെടുത്ത് അതിൻ്റെ പകുതി നീരും കൂടെ അതിലേക്ക് നമ്മൾ ഒഴിക്കുവാണ്. എന്നിട്ട് ഒരു അല്പം വെള്ളം ഒഴിച്ച് എടുത്ത് നമ്മളത് നന്നായിട്ട് ഇത്രയും ഐറ്റം നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കും. നമ്മൾ അരച്ചെടുത്ത ഈ മസാലക്കൂട്ടെല്ലാം കൂടെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫിലേക്കിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല മിക്സ് ചെയ്യണം. എല്ലായിടത്തും അത് പറ്റണം, ആരപ്പം എല്ലായിടത്തും പറ്റി ഒരു 30 മിനിറ്റ് നമ്മളത് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇതെല്ലാം കൂടെ നമ്മൾ കുക്കറിലിട്ട് ഒരു 6 വിസിലെങ്കിലും അടുപ്പിക്കണം. ഒരു 6 വിസിൽ അടുപ്പിക്കണം. അത് ലോ ഫ്ലെയിമിൽ മതി. എങ്കിലും ഒരു 6 വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളത് വാങ്ങി വെക്കണം. പാൻ എടുക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, കുറച്ച് 2-3 കടുകിടുക, ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത്, കുറച്ച് തേങ്ങ കൊത്തുവിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ സവാള ഇട്ട് അതും ഒരു 3 പച്ചമുളക്, ഞാൻ 3 പച്ചമുളക് എടുത്ത് 3-4 എടുത്ത് എരിവ് വേണം. പച്ചമുളകും കുറച്ച് കരിവേപ്പിലയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എല്ലാം നല്ലതായിട്ട് അതുപോലെ തന്നെ തേങ്ങാക്കൊത്തിന് ഒരു ബ്രൗൺ കളർ വരണം, അതുപോലെ വഴറ്റണം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ കരിവേപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ കുക്കറിനകത്ത് വെന്ത് വെച്ചിരുന്ന ബീഫില്ലേ അത് ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തും അരപ്പും എല്ലാം പിടിച്ച് നല്ല വെള്ളമൊന്നുമില്ലാതെ എല്ലാം പറ്റി നല്ല ഉണങ്ങിയ പോലെ വരും. എന്നിട്ട് ഈ ബീഫ് നമ്മൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം. ഇതെല്ലാം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നല്ല ഒന്നാന്തരം ബീഫ് മസാല കറി റെഡിയാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങളിങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. ഇത് തനി നാടനാണ്. ഇതിൻ്റെ എസൻസ് എന്ന് പറയുമ്പോൾ ഗ്രാമ്പൂവിൻ്റെയും ഏലക്കായുടെയും രുചി മുന്നേ നിൽക്കണം, കുരുമുളകും, അതാണ് ഇതിനകത്തെ പ്രത്യേകത. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. സാധാരണ നമ്മൾ ബീഫ് ഉലത്തിയതും അതുപോലെ തന്നെ ബീഫ് ഫ്രൈയും ഒക്കെ നമ്മൾ സാധാരണ വെക്കാറല്ലേ. അതിനേക്കാളൊക്കെ ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ളതാണ്. കാരണം അധികം ഒരുപാട് എണ്ണയില്ല, ഒത്തിരി നേരം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് വഴറ്റിയൊന്നും എടുക്കുന്നില്ല. വളരെ നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഇത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചപ്പാത്തിക്കൊക്കെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ്.
ഞാനിതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കറികളൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങളെ ഒന്ന് കയറി നോക്കണം ഇടയ്ക്കൊക്കെ. അപ്പോൾ ഇനി നിങ്ങൾ ബീഫ് മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. പിന്നെ നിങ്ങളിങ്ങനെ വെച്ച് നോക്കുകയുള്ളൂ, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇത് ചോറിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ലതാണ് ഇത് കൂട്ടാൻ. കാരണം ഒരു ചെറിയ ഗ്രേവിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കൂട്ടി നോക്കപ്പോൾ അറിയാം ഇത് വെച്ച്. ഇതുപോലെ വെച്ച് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും അടിച്ചേക്കണേ.